السلام عليكم ورحمة الله وبركاته. باب قيام ليلة القدر من الإيمان، أو باب قيام ليلة القدر من الإيمان. ലൈലത്തുൽ ഖദറിൽ നിസ്കരിക്കുക എന്നത് ഈമാനിൽപ്പെട്ടതാണ്. ലൈലത്തുൽ ഖദർ സകല രാവുകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു രാവാണല്ലോ. മനുഷ്യന്റെ വിജയ പരാജയം അടയാളപ്പെടുത്തുന്ന സുപ്രധാനമായ രാവാണ്. അതുകൊണ്ടാണ് അത് പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം. അതിൻ്റെ പേരിൽ തന്നെ ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു അങ്ങനെ ഒരു അധ്യായം കൊണ്ടുവരികയാണ്. ഒറ്റ ഹദീസേ ഇതിലുള്ളൂ. മാത്രമല്ല, നമ്മൾ ഈ ബാബിന്റെ ആരംഭത്തില് സലാം വ്യാപിക്കുക എന്നത് ഇസ്ലാമിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. അതുകൊണ്ട് അവസാന ഭാഗത്ത് ലൈലത്തുൽ ഖദർ വരാനുള്ള കാരണം ലൈലത്തുൽ ഖദറിൽ ഏറ്റവും കൂടുതൽ മലക്കുകൾ മനുഷ്യന്മാരോട് സലാം പറയുന്ന രാവാണ്. ഹത്താ സലാമുൻ ഹിയ ഹത്താ മുത്തലയിൽ ഫജ്ർ എന്ന് പറഞ്ഞില്ലേ. ലൈലത്തുൽ ഖദർ അതിന്റെ മഹത്വ വിളംബരത്തിന്റെ അധ്യായമാണ് ഈ ഭാഗം. അബീ ഹുറൈറത്ത അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്, മൻ യഖും ലൈലത്തുൽ ഖദർ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി എന്നാണ് ഹദീസ്. മൻ ഏതൊരുത്തനാണ് യഖും ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിൽ അവൻ നിസ്കരിക്കുകയാണെങ്കിൽ, രാത്രി സജീവമാക്കുകയാണെങ്കിൽ, ഈമാനൻ രണ്ട് നിബന്ധനയാണുള്ളത്. ഒന്ന് ഈമാനൻ, ഈമാനോടുകൂടിയ വഹ്തിസാബൻ അല്ലാഹുവിങ്കിൽ നിന്നുള്ള കൂലി പ്രതീക്ഷിച്ചുകൊണ്ടും, എന്നാൽ ഗുഫിറ ലഹു അവന് മാപ്പ് നൽകപ്പെടും മാ തഖദ്ദമ മിൻ ദംബിഹി അവന്റെ മുൻകാല ദോഷങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ മുൻകാല ദോഷങ്ങളാൽ അവൻ ചെയ്തു പോയ എല്ലാം അവന് മാപ്പ് നൽകപ്പെടും എന്ന് നബിയുനാ റസൂലുള്ളാഹി. ലൈലത്തുൽ ഖദറിന് രാവിലെ നിസ്കരിച്ചു കൊടുത്താൽ മതി. അപ്പൊ തന്നെ അവന്റെ എല്ലാ ദോഷങ്ങളും അതോടുകൂടി പരിഹരിക്കപ്പെടും. ആ രാവിനെ ഉറക്കൊഴിച്ചൊന്ന് സജീവമാക്കിയാൽ എല്ലാ ദോഷങ്ങളും വായിക്കപ്പെടും. പക്ഷെ രണ്ടെണ്ണം ഒഴിച്ച് ദോഷങ്ങൾ എന്ന് അറിയപ്പെടുന്ന വലിയ വലിയ ദോഷങ്ങളുണ്ട്. കൊല, വ്യഭിചാരം, ഇങ്ങനത്തെ കുറെ, അതൊക്കെ അതിനായിട്ട് പ്രത്യേകിച്ച് തൗബ ചെയ്താലേ മാപ്പ് കൊടുക്കും. പിന്നെ മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ടുണ്ട് ആളുകൾക്ക് കൊടുക്കാനുള്ളത്, അതവർക്ക് കൊടുത്തു കിട്ടിയാലേ അല്ലാഹു തആല പരിഹരിക്കും. അല്ല നമ്മളെല്ലാ ആളുകൾക്കും കുറെ ഹക്കുകൾ കൊടുക്കാണ്ടാവുക, എല്ലായിടത്തും കുറെ കടം വാങ്ങുക, എന്നിട്ട് ആരോടും പൊരുത്തപ്പെടിക്കാതിരിക്കുക, അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കണമെന്ന തീരുമാനം ഇല്ലാതിരിക്കുക, എന്നിട്ട് ലൈലത്തുൽ ഖദറിൽ പള്ളിയിലൊന്നും ഉത്തരിക്കുക പറ്റില്ല. ഇത് രണ്ടുമല്ലാത്ത എല്ലാ തെറ്റുകളും ലൈലത്തുൽ ഖദറിലെ രാത്രിയിൽ സജീവമാക്കിയാൽ അല്ലാഹു തആല പൊരുത്തപ്പെട്ടു വരും എന്ന് നബിയുനാ റസൂലുള്ളാഹി. രണ്ട് നിബന്ധന ഉണ്ട്. ഒന്ന് ഈമാനൻ വഹ്തിസാബൻ, ഒന്ന് ഈമാനോടുകൂടി, ഈമാൻ വേണം. നോമ്പായാലും കുമാരനും പറങ്കോടിനൊക്കെ പരസ്യപ്പെടുത്തുന്ന കാലമാണ്. മാപ്പിളാരെ കൂടെ നമ്മളും നോമ്പ് പറ്റുക. ലൈലത്തുൽ ഖദറിൽ ഓല ഇരിക്കണവരുണ്ട് പള്ളിയിലല്ലെങ്കിലും. ദുന്യവിയായിട്ടുള്ള ഉപകാരങ്ങളൊക്കെ അതുകൊണ്ട് ഉണ്ടായേക്കാം. ശരീരത്തിന്റെ ബാലൻസ് ശരിയായി കിട്ടും, കൊളസ്ട്രോൾ കുറഞ്ഞു കിട്ടും, ഒക്കെ ശരിയാണ്. പക്ഷെ ആഖിറത്ത് കിട്ടണമെങ്കിൽ ഈമാനോട് കൂടിയായിരിക്കും. വഹ്തിസാബൻ, ഈമാൻ ഉണ്ടായാലും പോരാ, ഈ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അല്ലാഹുവിങ്കിൽ നിന്ന് കൂലി കിട്ടണമെന്ന പ്രതീക്ഷയിലായിരിക്കും. എന്നാൽ അതോടുകൂടി അൽഹംദുലില്ലാ സംഗതി ക്ലിയറായി. പിന്നെ ഇനി ലൈലത്തുൽ ഖദർ എന്നാന്നുള്ളത് റമളാൻ 1 മുതൽ 30 വരെ എന്നും ആവാം. റമളാൻ 1 മുതൽ 30 വരെ എന്നും ആവാം.
അതിൽ അവസാനത്തെ 10 പ്രത്യേകിച്ച് ഒറ്റ രാവിലെ, പ്രത്യേകിച്ച് 26 രാവിലെ, ഇങ്ങനെയൊക്കെ ചില ചർച്ചകളൊക്കെ കിതാബിലുണ്ട് എന്ന് മാത്രം. പക്ഷെ ഇന്ന രാവിലാണ് എന്ന് ഗണ്യതമായിട്ട് അള്ളാഹിന്റെ ദീന് പറഞ്ഞിട്ടില്ല. എന്തേ അത്? എന്നും സജീവാക്കാൻ വേണ്ടിയാണ്. പിന്നെ 26 വന്നത് ചില റിപ്പോർട്ടുകളുണ്ട്. മാത്രമല്ല ലൈലത്തുൽ ഖദർ എന്ന ഈ പ്രയോഗം 9 അക്ഷരമാണ്. ലൈലത്തുൽ ഖദർ 9 അക്ഷരങ്ങളാണ്. അത് സൂറത്തുൽ ഖദറിൽ 3 വട്ടം വന്നിട്ടുണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ 1, വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ 2, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ 3. 3 9 എത്ര? 27. അങ്ങനെയൊക്കെ കണ്ടുപിടിച്ച് പറഞ്ഞ മഹാന്മാരുണ്ട്. അല്ലാതെ അതൊന്നും ഉറപ്പിക്കാൻ പറ്റൂല, സാധ്യതകളാണ്. എല്ലാ രാവിനും ആവാം. ലൈലത്തുൽ ഖദറിൽ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ ശ്രദ്ധയും ശ്രമവും വേണ്ടത് റജബ് മുതലാണ് എന്ന് മാത്രം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്താറുണ്ട്. അല്ലാഹും ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ഉസ്താദ്മാര് പലരും അതിൽ കുറെ കൂട്ടലുണ്ട്. വഫിഖ്നാ ഫീൽ സിയാമി വൽ ഖിയാമി വ തിലാവത്തിൽ ഖുർആൻ. എനിക്ക് കൂട്ടാൻ കഴിയാത്തതുകൊണ്ടല്ല, ഞാനങ്ങനെ ഓർക്കലില്ല. എന്തുകൊണ്ട്? ഹദീസിൽ അങ്ങനെ ഇല്ല. അതുകൊണ്ട് അറബി അറിയാത്തതുകൊണ്ടല്ല. ഹദീസ് ഇനിയിപ്പോ ആരെങ്കിലും ദ്വാരണ തെറ്റാണോ? തെറ്റുമല്ല. ഹദീസിലുള്ള മാത്രമേ ദ്വാരക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ പറ്റൂലല്ലോ. ദ്വാരുന്നോണ്ട് തെറ്റില്ല. പക്ഷെ നാളെ എൻ്റെ മുമ്പിൽ അങ്ങനെ ദ്വാരുന്ന ഒരു ഉസ്താദിനോട് ഞാൻ ചോദിച്ചു, അതിന്റെ അർത്ഥം എന്ന് വെച്ചാണെന്ന് ചോദിച്ചു. വഫിഖ്നാ ഫീഹി, അതില് ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണം. ഇസ്ലാം നോമ്പൊക്കെ. അപ്പൊ പിന്നെ എല്ലാത്തിലും വേണ്ടതെന്ന് വെച്ച് ഇതില് മാത്രം മതിയെന്ന് ചോദിച്ചു. അതില് നോമ്പിനും ഓതാനൊക്കെ തൗഫീഖ് ചെയ്യണമെന്ന്. അപ്പൊ എല്ലാത്തിലൊന്നും വേണ്ടേ? അപ്പൊ എന്നാ ഫീ ആണ്ട് ഒഴിവാക്കല്ലേന്ന് ചോദിച്ചു. അപ്പൊ ഒരു ഫിഖ്നാ ഇസ്ലാമിയ. അപ്പൊ നോമ്പിനും നിസ്കാരത്തിന് മാത്രം തൗഫീഖ് മതിയോ? സ്വതക്ക കൊടുക്കാൻ വേണ്ടെന്ന് വെച്ച് അങ്ങനെ പറഞ്ഞു ഒക്കെ ഒഴിവാക്കി ചെയ്യാം. അത് ദ്വാരക്കണേന് കുഴപ്പമൊന്നും ചേട്ടോ. ദ്വാരക്കണ ഇമാമ്യങ്ങളെ ഇടങ്ങണിട്ട് നോക്കാൻ നിൽക്കണ്ട, ഒരു പ്രശ്നമില്ല. ഇനിയിപ്പോ തന്നെ അങ്ങനെ ദ്വാരക്കലുണ്ടോന്ന് എനിക്കറിയില്ല. ഉണ്ടാവും, ഞാനതിന് ഇടപെടില്ല. ദ്വാരക്കണെങ്കിൽ എന്ത് ദ്വാരുന്നാലും പ്രശ്നമില്ല. പക്ഷെ ഞാൻ ദ്വാരക്കലില്ല. നമ്മൾ ചെയ്യാത്തൊക്കെ തെറ്റാന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ അറിയാൻ പറ്റില്ല. ഞാനൊരു കാര്യം ചെയ്യണില്ല, ഇനി വേറുള്ളവരൊക്കെ ചെയ്യണത് തെറ്റാന്ന് പറയാൻ പറ്റും. അങ്ങനത്തെ അഹങ്കാരമൊന്നും ഒരാൾക്ക് ഉണ്ടാവാൻ പാടില്ല. ഞാനൊരു തമാശാക്കിന്ന് മാത്രം. അത്ര ഹദീസിലെ ആദാലും ഈ ദുആ ഇല്ല, ഇത്ര ഉള്ളൂ. അല്ലാഹും ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. എന്താണ് അങ്ങനെ ഒരു ദുആ വരാൻ കാരണം? റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണം, റമളാനിലേക്ക് എത്തിക്കണം. നേരിട്ട് അർത്ഥം വെക്കല്ല, അതിന്റെ ഉള്ളിക്കൊന്ന് തലയിട്ട എന്താ മനസ്സിലാകുക? റജബിലും ശഅബാനിലും ബർക്കത്തില്ലാതെ ആണ്ട് എത്തിരി കാര്യമില്ല. ലൈലത്തുൽ ഖദർ ഉള്ളത് റമളാനിലാണെങ്കിൽ ആ റമളാനിൽ ലൈലത്തുൽ ഖദർ കൊണ്ട് രക്ഷപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ റജബ് മുതൽ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കിട്ടൂല. അതുകൊണ്ട് ഈ അധ്യായം ഇവിടെ വളരെ സാന്ദർഭികമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ബാബു ഖിയാമി ലൈലത്തുൽ ഖദർ മിനൽ ഈമാൻ. ലൈലത്തുൽ ഖദറിന് അന്ന് രാത്രി സജീവമാക്കുക എന്നത്, നിസ്കരിക്കുക എന്നതൊക്കെ ഈമാനിൽപ്പെട്ടതാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വരാൻ പോണാണ്, ഇപ്പൊ തന്നെ എല്ലാവരും സജീവമാണോ? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഇനി അത് ഫുള്ളായിട്ട് ഉറപ്പുവെക്കണോ എന്നൊരു ചർച്ച ഉണ്ടാവും. ലൈലത്തുൽ ഖദറിന് അന്ന് രാത്രി ഉറക്കൊഴിവാക്കുക ഈമാനിൽ പെട്ടാന്നാണ് പഠിച്ചവൻ. അതിപ്പോ മഗ്‌രിബ് മുതൽ സുബൈരെ ഉറക്കൊഴിവാക്കേണ്ടി വരും. മഹാന്മാർ പറയുന്നത് അത് വേണ്ട. ചില മഹാന്മാരുടെ അഭിപ്രായം ഭൂരിഭാഗം സമയം ഉറക്കൊഴിച്ചാൽ മതി. ചില മഹാന്മാരുടെ അഭിപ്രായം കുറെ സമയം ഉറക്കൊഴിക്കുക ഇബാദത്ത് ചെയ്യാം. ചില മഹാന്മാരുടെ അഭിപ്രായത്തിൽ കുറഞ്ഞ സമയം രാത്രി ഉറക്കൊഴിച്ചാൽ മതി. എത്ര അഭിപ്രായം? എത്ര അഭിപ്രായം? ചില മഹാന്മാരുടെ ഒറ്റപ്പെട്ട അഭിപ്രായം അനുസരിച്ചുകൊണ്ട് ലൈലത്തുൽ ഖദറിന് അന്ന് മഗ്‌രിബും ഏഷയും സുബഹിയും ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ തന്നെ ഇത് കിട്ടുമെന്നാണ് മിക്കവാറും. ഇപ്പൊ നമ്മളിപ്പോ ഏതിപ്പോ തന്നെ പിടിക്കുക. അതാണ്, അതൊന്ന് ഞാൻ മെല്ലെ പറഞ്ഞേ. ചില മഹാന്മാരോട് ഒറ്റപ്പെട്ട അഭിപ്രായത്തില് എല്ലാ ദിവസവും റമളാനില് മഗ്‌രിബ് ഇശ സുബഹി ജമാഅത്തായിട്ട് നിസ്കരിച്ചവന് ലൈലത്തുൽ ഖദർ കിട്ടി. ഈ പറഞ്ഞൊക്കെ കിട്ടി. പക്ഷെ അയിമ പിടിക്കരുത് കേട്ടോ. നമ്മൾ കുറച്ച് അപ്പുറം തന്നെയാണ് പിടിക്കുക. എല്ലാ
റമദാനിലും കുറച്ച് ഉറക്കം വയ്ക്കുക, അവസാനത്തെ 10 കുറച്ച് കൂടുതൽ ഉറക്കം വയ്ക്കുക, ഒറ്റയിട്ട് രാവിലെ ഒന്നും കൂടി പിടിക്കുക, 26 രാവിലെ ഫുള്ളായിട്ട് ഉറക്കം വയ്ക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. നമ്മളെ ലത്തീഫ് ഖാന്റെ വാപ്പ മരിച്ച ദിവസമാണ്. അവരുടെ ചായയും ചീരണിയൊക്കെ ഉണ്ട്. അല്ലാഹു തആല അവരുടെ ഖബർ സന്തോഷമായി കൊടുക്കട്ടെ, വിശാലായി കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഹദിയയുടെ സവാബ് അവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി ജസീലൻ ജമീലൻ ദായിമൻ ബിദവാമി മുൽക്കില്ലാ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമർ റഹീമീനായ അല്ലാഹുവേ, വന്നതും പറഞ്ഞതും പകർന്നതും നുകർന്നതൊക്കെ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പറയുന്നവനും കേൾക്കുന്നവർക്കും ഇതിന്റെ പിറകിൽ നിന്റെ പ്രീതി മാത്രമാണ് പ്രതീക്ഷ. അതിനെ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരു വലിയ ആൾക്കൂട്ടുണ്ടാവണമെന്നോ അല്ലെങ്കിൽ അതിന് പേരിൽ എന്തെങ്കിലും അവാർഡ് കിട്ടണമെന്നോ അല്ലെങ്കിൽ അതിന്റെ പേരിൽ മേനി നടിക്കണമെന്നോ ഒന്നും ഇതിന്റെ പിറകിലില്ല. ഇതിവിടെ രാവിലെ വരുന്ന ആളുകൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് അല്ലെങ്കിൽ ഇരുന്നിട്ട് നിന്റെ ഭാഗത്ത് കൂലി കിട്ടണമെന്ന് മാത്രമാണ്. അല്ലാഹുവേ, അതിനെ സ്വർഗത്തിലേക്കുള്ള അമലായി കബൂലാക്കണേ അല്ലാഹ്. ദഅവത്തായി സ്വീകരിക്കണേ അല്ലാഹ്. ഇവിടെ വന്നിരിക്കുന്ന ആളുകൾക്ക് ഹൈറാത്ത് ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാഹ്. സുബൈക്ക് പള്ളിയിൽ പങ്കെടുത്ത് അതിനുശേഷം ഈ സഹീഹ് ബുഖാരിയുടെ ക്ലാസ്സിലിരിക്കുന്ന ഒരാളെയും നീ നരകത്തിലിട്ട് കരിക്കല്ലേ അല്ലാഹ്, സ്വർഗത്തിലാക്കി തരണേ അല്ലാഹ്. അതിൽ ആലിമീങ്ങളുണ്ട്, മുത്തഅല്ലിമീങ്ങളുണ്ട്, കച്ചവടക്കാരുണ്ട്, പ്രവാസികളുണ്ട്, തൊഴിലാളികളുണ്ട്, മുതലാളിമാരുണ്ട്. എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്. സമ്പത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഇൽമിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ആരോഗ്യത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. തീരുമാനങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. പദ്ധതികൾ വിജയിപ്പിക്കണേ അല്ലാഹ്. ഒരുമ നൽകണേ അല്ലാഹ്. മനസ്സിന്റെ കറകൾ നീക്കണേ അല്ലാഹ്. മരണമെന്ന ബോധം നൽകണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. അത് മുഴുവനും നിന്റെ ത്വഅത്തിലും ദഅവത്തിലും ഖിദ്മത്തിലുമാക്കി തരണേ അല്ലാഹ്. മക്ക മദീനകളിൽ എത്തിക്കണേ അല്ലാഹ്. അതിന്റെ തടസ്സങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നിന്നോടോ പടപ്പുകളോടോ ഒന്നും ബാധ്യതകൾ ബാക്കിയാക്കി മയ്യിത്താക്കല്ല അല്ലാഹ്. ഇസ്സത്ത് നൽകണേ അല്ലാഹ്. രോഗങ്ങളിൽ ശിഫ നൽകണേ അല്ലാഹ്. മാരണത്തിൽ പെടുത്തല്ല അല്ലാഹ്. മാരക രോഗത്തിൽ തളർത്തല്ലേ അല്ലാഹ്. പെടുന്നനെ മരിപ്പിക്കല്ല അല്ലാഹ്. മരിക്കുന്ന സമയം ചിരിച്ച് കലിമ ചൊല്ലി സ്വർഗം കണ്ട് പ്രസന്ന ഭാവത്തോടെ മരിക്കുന്നവരിൽ പെടുത്തണേ അല്ലാഹ്. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് تجاوز عن أمتي سيدنا محمد. اجعلنا من خيار أمته ومن محبيه يا ذا الجلال والإكرام. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير الخلق. ലത്തീഫ് ഖാന്റെ ഉപ്പാക്കും നമ്മളൊക്കെ മാതാപിതാക്കൾക്കൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. നമ്മുടെ ആനന്ദത്തിന്റെ ആഹ്ലാദ സമയം നമ്മുടെ മൗത്തിന്റെ സമയമാക്കി തരട്ടെ. നമ്മുടെ ഖബറുകളും അല്ലാഹു റാഹത്താക്കി തരട്ടെ. റഹ്മത്തിക യാ അർഹമർ റഹീം. അൽഹംദുലില്ലാഹ്.